കൊടൈക്കനാലിലെ നമ്മളെ അവസാനത്തെ ദിവസമാണ് കേട്ടോ. അവസാന ദിവസം നമ്മളൊരു മലയാളി ഹോട്ടലിൽ തന്നെയാണ് ഫുഡ് കഴിച്ച് തുടങ്ങിയത്. നല്ല കിടിലൻ ഭക്ഷണമൊക്കെ ആയിരുന്നു. പിന്നെ നമ്മൾ അവിടെ നിന്ന് നല്ല ഒറിജിനൽ ഉള്ളി വാങ്ങി. ഇവരിത് കാട്ടുള്ളി എന്നാട്ടോ ഇതിന് പറഞ്ഞത്. ഈ ചേച്ചിയായിട്ട് നല്ല കമ്പനി, നല്ല സ്വീറ്റായിരുന്നു ആൾ. പിന്നെ ഈ ചേച്ചി അടുത്തുനിന്ന് വേറൊരു സാധനം കൂടെ വാങ്ങിച്ചു. ഇതിൻ്റെ പേരാണ് ടമാറ്റ. ടമാറ്റ നമ്മൾ ഇതുവരെ കഴിച്ചിട്ടില്ല. വഴുതനങ്ങയും തക്കാളിയും ഒക്കെ കൂടി ഒരു ഫ്രൂട്ട് രൂപം. ടേസ്റ്റ് ഫ്രാഷൻ ഫ്രൂട്ടിൻ്റെ ആണെങ്കിൽ നല്ല റെഡ് സാധനം അതിൻ്റെ ഉള്ളിലുള്ളത് കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് നമ്മുടെ ലൊക്കേഷൻ എന്ന് പറയുന്നത് ഒരു ലേക്കായിരുന്നു. ലേക്കിലേക്ക് പോണ വഴി കുറേ ഈസ്തറ്റിക് പൂക്കൾ കണ്ടു. ഇത് കുറേ കാലം നമ്മുടെ സ്റ്റിക്കറൊക്കെ ആയിരുന്നു കേട്ടോ. ഓർമ്മയുണ്ടാവും എല്ലാവർക്കും, കണ്ടാൽ തന്നെ എല്ലാവർക്കും മനസ്സിലാവും. പിന്നെ അമ്മ ഒരു ഊഞ്ഞാലിരുന്ന് കാടി പുറകിലൊക്കെ കുറച്ച് ഒരു പൈൻ ട്രീസും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു കൊട്ടത്തോണി കയറണം എന്നുള്ളത് കേട്ടോ. കൊട്ടത്തോണി കയറി കിട്ടി ഗൈസ്. നല്ലൊരു ആശ്വാസം ഉണ്ടായിരുന്നു, മനസ്സിനൊരു സംതൃപ്തി ഉണ്ടായിരുന്നു. കുറേ നേരം ആ സംതൃപ്തിയൊക്കെ പോയിട്ടോ, കറങ്ങാൻ തുടങ്ങി തല. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും നമ്മൾ കുറേ ആട്ടിൻകുട്ടന്മാരെയൊക്കെ കാണാൻ വേണ്ടിയിട്ട് പോയിട്ടോ. കുറേ നേരം അവരെ നോക്കിയിരിക്കില്ലായിരുന്നു എൻ്റെ ഒരു വിനോദം. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും നമ്മൾ അടുത്ത ലേക്കിലേക്ക് സ്പോട്ട് ചെയ്തു കേട്ടോ. നൈസായിരുന്നു ഗൈസ്, ഇവിടെ നല്ല രസമായിരുന്നു. പിന്നെ നമ്മളൊരു വെള്ളച്ചാട്ടത്തിലേക്ക്, ഒരു വയലിലൂടെയാണ് ഈ വെള്ളച്ചാട്ടത്തിലേക്ക് പോണത്. നല്ല ഭംഗിയായിരുന്നു കേട്ടോ വെള്ളച്ചാട്ടം കാണാനായിട്ട്. ഈ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് തന്നെ ഒരു സ്ട്രോബെറി തോട്ടം ഉണ്ടായിരുന്നു. ഈ വെള്ളച്ചാട്ടത്തിൻ്റെ ഓണർ തന്നെയാണ് കേട്ടോ ഈ സ്ട്രോബെറി നടത്തുന്നത്. അങ്ങനെ ഒരുപാട് വലിയ സ്ട്രോബെറീസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇവിടെ കൊടൈക്കനാൽ വന്നിട്ട് കുറച്ച് മുന്നേ ഒരു കാട്ടു സ്ട്രോബെറി പറിച്ച് തിന്ന ഞാൻ ആ ഒരു ചവർപ്പ് കഴിഞ്ഞത് ഇത് കിട്ടിയപ്പോൾ ഒരു ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. നല്ല വലുപ്പവും മധുരവും ഉള്ള സ്ട്രോബെറി ആയിരുന്നു കേട്ടോ. അങ്ങനെ ഒരു വെള്ളച്ചാട്ടത്തിലേക്ക് ഒന്നും കൂടെ ഒന്ന് തിരിഞ്ഞ് നോക്കിയിട്ട് നമ്മൾ വണ്ടിയിൽ പോയിരുന്ന സ്ട്രോബെറി തീറ്റ മത്സരമായിരുന്നു, ഞാനും അമ്മയും കൂടെ. രണ്ടുപേരും കുറേ നേരം ഇരുന്ന് തിന്നു. ഇതായിരുന്നു ഞങ്ങളുടെ വിനോദം. അപ്പോൾ ബായ്.